പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അൽഫാം മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഓവനോ ഗ്രില്ലറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ അൽഫാം മന്തി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കന്, യോഗട്ട്, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളകിൻ്റെ പൊടി, മല്ലിക്കുരു, ചെറിയ ജീരകം, വലിയ ജീരകം, ഗരം മസാല, വറ്റൽമുളക്, ബട്ടർ, വിനെഗർ, ഉപ്പ്, ചിക്കൻ സ്റ്റോക്ക്, ഉള്ളി, തക്കാളി, പച്ചമുളക്. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കന് ഞാൻ 4 പീസ് ചിക്കനാണ് എടുത്തത്. 3/4 കിലോളം വരും. അത് നല്ലോണം വരഞ്ഞിട്ട് ഞാൻ അടിച്ച് പരത്തിയെടുത്തതാണ്. ഇതൊന്ന് ഈ യോഗട്ടിൻ്റെ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിക്കുരു, 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫൈൻ പൗഡർ ആവുന്നത് വരെ പൊടിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു പച്ചമുളകും പിന്നെ മല്ലിയിലയും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ച മിക്സ് നേരത്തെ ചിക്കൻ്റെ മിക്സിലോട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 2 ചിക്കൻ്റെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ തന്നെ ചേർത്തോ. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ചിക്കനിൽ നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1-2 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, ഉപ്പ്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിലായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായി ചേർത്ത് കൊടുക്കുക. 2 ബേ ലീഫും ഒരു 1.5 ഇഞ്ച് വലുപ്പമുള്ള പട്ടൻ്റെ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 കപ്പ് ബസ്മതി റൈസ് ഒരു 3/4 മണിക്കൂർ നല്ലോണം സോക്ക് ചെയ്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അത് ഇതിൽ ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചോറൊന്ന് 90% വരെ കുക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് മൂടി വെക്കാം. ഇനി ചോറുണ്ടാക്കിയ പാനിൽ തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഓരോ പീസസ് ആയിട്ട് ചിക്കന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമോ ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ ചേർത്ത ബട്ടറും ഓയിലും തന്നെ ഇതിന് മതിയാവും. ഇനി ഇതിൻ്റെ മസാല ഒക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മൂടിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം കുക്കായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും കുക്ക് ചെയ്തെടുക്കണം. ഇനി വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ചിക്കൻ്റെ മറ്റേ ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 വട്ടം ഇതേപോലെ തന്നെ തിരിച്ചു മറിച്ചു കൂട്ടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടുകയും വേണം. അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും വേണം. ചിക്കൻ്റെ മസാല ഒക്കെ ഒന്ന് നല്ലോണം വറ്റി ചിക്കൻ്റെ മുകളിൽ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഊറ്റി വെച്ച ചോറ് ലെയർ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കണം. ചോറ്
നമ്മൾ കളർ ചേർത്തണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാൻ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൽ നെയ്യോ ഓയിലോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചോറ് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ കീറിയിട്ട് ചോറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. 3, 4, 5 പച്ചമുളക് നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ചോറിലേക്ക് ഇറങ്ങി വരും. ഇനി ചോറിൻ്റെ നടുവിലായിട്ട് ഒരു പാത്രം ഇറക്കി വെക്കുന്നുണ്ട്. അതിലേക്ക് ചൂടാക്കിയ ചാർക്കോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പുക വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് 10 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പുകയൊക്കെ ഒന്ന് ചാർക്കോളിൻ്റെ പുകയൊക്കെ ഒന്ന് ചോറിൽ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.